ഒരു സ്വീറ്റ്സിന് വേണ്ടി എല്ലാ കടലും കീഴടങ്ങുന്ന രണ്ട് യുവമിഥുനങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും വന്നോളി, കണ്ടോളി, പൊക്കോളി. ചുമ്മാ കാണാനുള്ളവർക്കെല്ലാം കാണും. അങ്ങനെ വലിയ വ്ളോഗിങ്ങും ഒന്നും അല്ലെങ്കിലും കാണിക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. അല്ലമ്മ ഇത് കമ്പനി വിട്ടൊക്കെ നമ്മൾ കമ്പനിയായിട്ട് പോയിട്ട് കമ്പനിയായിട്ട് വരുന്നു. പിന്നെന്താണ്, എങ്കിൽ വാ നമുക്ക് തുടങ്ങിയാലോ. ഒന്ന് ദേറയിലോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് അങ്ങനെ കൂടെ ഉള്ളവരത്തിന് ഭയങ്കര ആഗ്രഹം. അവന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സീഡ്സ് കാണണം എന്ന് മാത്രമല്ല, സീഡ്സ് എക്സ്പോർട്ടിങ് അങ്ങനെ എന്തൊക്കെയോ സംഭവത്തിനൊക്കെ വേണ്ടി നമ്മൾ സീഡ്സ് നോക്കാൻ പോകും. എത്രത്തോളം നമുക്ക് പൈസ കുറച്ച് കിട്ടുന്നോ, എത്ര പോസ്റ്റ് പടച്ചോൻ്റെ ഇതുകൊണ്ട് ഒന്നും പറ്റിയില്ല. കൈസ് പറഞ്ഞു നിർത്തി എവിടെയായിരുന്നു ബിസിനസ് ഐഡിയാസ്. ബിസിനസ് ഐഡിയാസ് ഒന്നും നമ്മുടെ മനസ്സിലാത്തതുകൊണ്ട് നമ്മൾ ദേരയിലോട്ട് പോയിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം മുട്ടായി നോക്കിയിട്ട്, നമുക്ക് മുട്ടായി മാത്രമല്ല വേണ്ടത്, ക്രോക്കറി ഐറ്റംസ്, പിന്നെ ദുബായ് ചോക്ലേറ്റ്സ്, പിന്നെ പിസ്ത, കാഷ്യൂ, ആൽമണ്ട്, അങ്ങനെ പല ഐറ്റംസ് ആവശ്യമായിട്ട് വേണം. എന്തൊക്കെ ആവശ്യമുള്ള അതെല്ലാം നമ്മൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഈ പോയിന്ന് സംസാരിക്കുന്ന കണ്ടാ തോന്നുന്നു യോമാർ രണ്ടുപേരിനകത്ത് PhD എടുത്തവന്മാരാണ്. എനിക്കല്ലേ അറിയുള്ളൂ. ഒരു തേങ്ങയാണോ അത് രണ്ടുപേരും അങ്ങോട്ട് ഇന്ന് അവന്മാരെടുത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അവന്മാര് താടി തട്ടി പുറത്തിടാത്തത് കാര്യമായി. അവന്മാർ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം നൈസിന് വെള്ളി തള്ളിവിട്ട് ഇതാ വരുന്നത് രണ്ടെണ്ണോ. ദേ വരുന്നടാ നിന്റെ മോഞ്ഞ. ഇത് പൈൽസില്ലടാ, സ്റ്റൈൽസ് എന്ന് പറഞ്ഞ് നടക്കുന്ന അസ്ലം, അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന മൻസൂർ. ക്രോസ് ചെയ്യുമ്പോഴും നോക്കടേ, വണ്ടികൾ വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് നോക്കാൻ നിൽക്കില്ല. ഞാൻ ഫ്രണ്ടേ പോവാ. മൻസൂർക്ക നമ്പിന നമ്മളെ കൂടെ പാവപ്പെടാ പോന്നു ഫ്രണ്ടി പോണ. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ പണി ചെയ്യുന്ന, ഇപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. രാത്രി ആയതിനു ശേഷവും ഓരോരുത്തരും ഓരോരോ പണിയിലാണ്. ഇതാണ് നമ്മുടെ പഴയ ദുബായ്. അതെന്തളിയാ അറിയാൻ പോയല്ല. മൻസൂർക്ക് കണ്ട എല്ലാം കട അടയ്ക്കാൻ വേണ്ടി പോന്നടാ. ചമ്മി ഇറങ്ങി വരുന്നത് ആ മൻസൂർ. ചമ്മി ആർക്കും വേണ്ടി അടങ്ങുന്ന പൂച്ച. ഇവിടെ വന്നിട്ട് നീ സ്വർണ്ണ കവാടം കണ്ടിട്ടില്ലല്ലോ. ആടാ ശരിയാണല്ലേ, ആ സ്വർണ്ണം കൊള്ളേക്ക് പുലിക്കാല് ഓടിക്കോ. ഗൈസ് നിങ്ങളിത് തിരിച്ചു വായിച്ചു നോക്ക്. ഇതിന് എങ്ങനെയാ തിരിച്ചു വായിക്കുന്നത്? ഇതെങ്ങനെ തിരിച്ചു വായിക്കുന്നത്? എവിടെ? അതാ ആ വരുന്നാണ് മൻസൂർ. ഇതല്ല. അങ്ങനെ പ്രതീക്ഷ വന്ന മുട്ടായൊന്നും കിട്ടിയില്ല ഗൈസ്. എന്ത് ചെയ്യും? മൻസൂറൊക്കെ വിഷമിച്ച് പണ്ടിറങ്ങി. സംഭവം ഒരു സ്വീറ്റ്സിന് വേണ്ടി എല്ലാ കടലും കീഴടങ്ങുന്ന രണ്ട് യുവമിഥുനങ്ങൾ. ഇതേപോലത്തെ ഇത്രയും വലിയ ബന്യം കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? എൻ്റെ പള്ളി, ഇത് ആർക്കിടാൻ വേണ്ടി വെച്ചേക്കുന്നു? അച്ഛാ അത് നോക്കടാ, അതിനകത്ത് നീ നിന്നേ. എൻ്റെ പള്ളി, അത് പുതച്ച് കിടക്കാം. എന്നാടാ കൊച്ചി തറച്ചത്? അപ്പോഴേക്കും അസ്ലം കളിക്കുന്ന തോക്കും വെച്ചുകൊണ്ട് ഇന്ന് പാകിസ്ഥാനെ എടുത്ത് വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രതീക്ഷ വന്ന മുട്ടായി എല്ലാം ഇവിടെ നിന്ന് കിട്ടി. നമുക്ക് ഇവിടെ നിന്ന് എല്ലാം കിട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സും കിട്ടി. അപ്പം ഞാൻ ദേ നോക്കുമ്പോൾ ഒരു ഗ്ലാസ്. അങ്ങനെയെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. കുഴപ്പമില്ലടേ, കുഴപ്പമില്ല. അങ്ങനെയാണല്ലേ. അപ്പോൾ എൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ക്യാമറ എനിക്ക് നേരം തിരിച്ചാലോ എന്ന് ആലോചിച്ചു. എന്നിട്ട് ഞാൻ തന്നെ എന്നോട് പറഞ്ഞു ഇനി മേലെ ആവർത്തിക്കരുതെന്ന്. ഈ ഇരിക്കുന്ന ഫ്രഷ് കുങ്കുമപ്പൂവാണ് കേട്ടോ. ഫ്രഷ് കുങ്കുമപ്പൂവ് നമ്മൾ ഇവിടെ നിന്ന് കണ്ട് പരിചയപ്പെട്ട ഒരു ഇക്ക ഉണ്ട്. ആ ഇക്ക എല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്ത് തന്നു. നല്ല സ്വഭാവം. കണ്ണൂരാണ് ഇക്കട സ്ഥലം. പിന്നെ ഇതാണ് കട. ഓക്കെ, വരുമ്പോഴൊക്കെ ഇങ്ങോട്ട് ആൾക്കാർ ആരെങ്കിലും മലയാളികൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ കടയൊന്ന് വരിക, ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കുക. ഓക്കെ, നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം എല്ലാം കഴിഞ്ഞു. നമ്മളിനി തിരിച്ചു പോവാണ് ഗൈസ്. ബൂബു അപ്പാണെന്ന് തോന്നുന്നു. നോക്കിയാണ് അല്ലേ? ഡ്രീം ബീൻസ്. ആരോ അവിടെ നിന്ന് വെട്ടം അടിക്കുന്നളയാ. ആരോ തുപ്പിയളിയാ മേളിന്ന്.
അടിയാ ഊമ സ്റ്റാർ എനിക്കൊരു കൂട്ടെങ്കിലും വേണമായിരുന്നു. കണ്ട ദേറയിൽ പോസ്റ്റ് ആയി ഗൈസ്, കണ്ട ഇപ്പൊ ഇവിടെ പോസ്റ്റ് ഇടിച്ച് മരിച്ചാണ്. ലഘു വേണ്ട മിണ്ടാതെ പോകുന്നുണ്ടോ? എവിടെ എടാ ഷിപ്പിടം ഭ്രാന്ത, ഇതാണ് മൻസൂർക്ക ഇടയ്ക്ക് ഷിപ്പിടം ഭ്രാന്ത പറയുന്നില്ലേ? രാത്രി ഇവിടെ ആൾക്കാരല്ല. ഇവിടുത്തെ ദേശീയ തേക്കണ എവിടെ നാഷണൽ ടൈലർ കയറാന്ന് വിചാരിച്ചത്. ദേറയില് ഈ നമ്മൾ എവിടെ നോക്കിയാലും ഈ കപ്പലാണല്ലോ അളിയാ ഫുള്ള്. ഇതിനൊരു അന്തിമമില്ലേ? ദൈവമേ ബൈ ബൈ ഗൈസ്, നമ്മളങ്ങനെ പോകുന്നു. സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകര ഞങ്ങളിതാ പോകുന്നു. ഫുഡ് കഴിക്കാൻ പോയാലെന്ന് മൂന്നേരോട് ആലോചിച്ച് ചെന്ന് കയറിക്കൊടുത്തത് ഒരു സിംഹത്തിൻ്റെ മടയിൽ. ഇതാ ഈ ജംഗ്ഷൻ ഗൈസ്. കണ്ട ഒരു ഗുണമില്ലെങ്കിലും പക്ഷെ ഫുഡാണ് സാറേ ഇവരുടെ മെയിൻ. ഒരു ഫുഡിൽ വീഴ്ത്തി കളയും. ഓക്കെ, വന്നു കയറി കുറേ കഴിഞ്ഞപ്പോൾ സീറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ ആദ്യം സൂപ്പ് വന്നു. സൂപ്പ് അസ്ലമിനോട് ചോദിച്ചു, സൂപ്പ് വലിയ സൂപ്പറല്ല എന്നാണ് അവൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഞാൻ മൻസൂറിനോട് ചോദിച്ചു, സൂപ്പർ എങ്ങനെ ഉണ്ടറിയാം? ഓ വലിയ സൂപ്പറല്ല എന്നാണ് അവനും പറഞ്ഞത്. എന്താണോ അതാണ് സൂപ്പ്, ഇവിടുത്തെ സൂപ്പ് വലിയ ഗുണമില്ല. പക്ഷേ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് പാൽ കപ്പയും ബീഫ് കറിയായിരുന്നു. അത് വന്നിട്ടുണ്ട്, എനിക്ക് കിട്ടി. അവർ ഓർഡർ ചെയ്തത് ചാർക്കോളായിരുന്നു, അതും വന്നു. പാൽക്കപ്പയും ബീഫും ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് മുമ്പ് കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ എന്താ ടേസ്റ്റ്, ഉഗ്രം ഉജ്ജ്വലം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ബൈ പറഞ്ഞ് അവിടെ നിന്ന് അതും കഴിഞ്ഞ് ആ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴാ അതാ നിൽക്കുന്നൊരു കാട്ടാൻ. ഇതേതാ ഇത്? ഫിലിപ്പൈൻ കാട്ടാനയോ അതോ ജപ്പാനീ കാട്ടാനയും കണ്ടാണ്. കാരണം ജവൻ റോട്ടിൽ കൂടെ പോകുന്നവരെല്ലാ വണ്ടികളും അടിച്ചിട്ടാണ്, തുമ്പി അടിച്ചിട്ട് നടക്കുക. അവന്മാർ രണ്ടവന്മാരും മൂന്നവന്മാരൊക്കെ ഇറങ്ങി ഇപ്പം എന്താണ് സംഭവം പുള്ളിക്കാരെ അടിച്ച് മിനിങ്ങിക്കുക. ഈ കാണുന്ന ട്രാഫിക് ബ്ലോക്കില്ലേ, ഒരു നിമിഷം കൊണ്ട് അവൻ ഉണ്ടാക്കിയതാ, ആ ഫിലിപ്പീൻ ഉണ്ടാക്കിയതാ. ഇത് ഇന്നലെ അവൻ കലുവലുണ്ടാക്കിയതിൻ്റെ അതിനെക്കാട്ടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അമ്മാതിരി ട്രാഫിക് ബ്ലോക്കായിരുന്നു. അതിൽ 2 കീറും കിട്ടിയിട്ടുണ്ട് അവന്. എന്തായാലും ആ കീറും കൊണ്ട് നേരെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങാം അന്തസ്സായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അടുത്ത വീഡിയോയിലോട്ട് കാണാം.